വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? രാവിലെ എല്ലാവർക്കും എന്താണ് പരിപാടി? എൻ്റെ രാവിലത്തെ പരിപാടി ഇതൊക്കെയാണ്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും അച്ഛൻ റബ്ബർ വെട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അതുകൊണ്ടാണ് ഈ വേഷത്തിൽ നിൽക്കുന്നത്. അപ്പം വീഡിയോ എടുത്തുകൊണ്ട് നിന്നതിൻ്റെ കൂട്ടത്തിൽ ചുമ്മാ വീഡിയോ എടുത്തതന്നേ ഉള്ളൂ. അപ്പോഴത്തേനും മോളും വന്ന് അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് ഭയങ്കര സന്തോഷമാണ്. അച്ഛനെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പം ഇത് വെള്ളക്കനകാമ്പരമാണ്. നല്ല രസത്തിൽ നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കും. നിറയെ പൂക്കും. ഇപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ പൂക്കുന്ന ചെടികളാണോ അല്ല ഇലച്ചെടികളാണോ ഇഷ്ടം എന്നൊക്കെ പറയണേ. എനിക്ക് ഒരുപാട് പൂക്കളൊക്കെ ഉള്ള ചെടികളാണ് ഇഷ്ടം. ഇലച്ചെടികൾ ഇഷ്ടമല്ല എന്നല്ല, നല്ല ഇഷ്ടമുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും ഒരു പടി കൂടുതൽ ഇഷ്ടം നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്ന ചെടികളോടാണ്. നല്ല ഇഷ്ടമാണ് നല്ല പൂവിട്ട് നിൽക്കുന്ന ചെടികളോട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ പൂവിട്ട് നിൽക്കുന്ന ചെടികൾ. മുറ്റത്ത് ഇറങ്ങുമ്പോഴേ നമുക്ക് എന്തോ ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. ഈ പൂക്കണ ചെടിയൊക്കെ ഉള്ളിടത്ത് നിറയെ ചിത്രശലഭമൊക്കെ വരും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂവിട്ട് നിൽക്കുന്ന ചെടി. പണ്ട് നമ്മളെ വീട്ടിൻ്റെ കിണറിൻ്റെ ഭാഗത്തായിട്ട് ഒരു വലിയ തെറ്റി ഉണ്ടായിരുന്നു. അശോകത്തെറ്റികളല്ലോ, എന്തോ ഒരു തെറ്റി. അപ്പോൾ വലിയൊരു മരമായിട്ട് നിൽക്കും. അത് നിറഞ്ഞ് ഇല കാണാതെ പൂ നിറഞ്ഞ് നിൽക്കുമായിരുന്നേ. അപ്പോൾ എപ്പോൾ അവിടെ പോയാലും നിറയെ വലിയ ചിത്രശലഭമൊക്കെ വന്നിരിക്കും. അത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പൂവുള്ള ചെടി കാണാൻ ഭയങ്കര എന്തോ നല്ല ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ ചെടിയുടെ മൂട്ടിലൊക്കെ നടന്നപ്പോഴത്തേക്ക് മോളും ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അവൾ ചെടീനെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നി പൂ പറിച്ച് കളയും, ഇല്ലെങ്കിൽ കമ്പ് എടുത്തുകൊണ്ട് വന്ന് അടിച്ചടിച്ച് കളയേ. അപ്പം ഞാൻ കമ്പ് വാങ്ങിച്ച് വെച്ചുകൊണ്ട് പിണങ്ങിപ്പോയിട്ട് ഇപ്പം പോണേന്നും പറഞ്ഞ് നിൽക്കും. അവൾ കണ്ണ് തെറ്റിയ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് അപ്പുറത്ത് കൊച്ചിൻ്റെ വീട്ടിൽ പോക്കാനുള്ള മെയിൻ പരിപാടി. കണ്ണ് തെറ്റിയപ്പോൾ ഡോറിൻ്റെ അവിടെ ഗേറ്റിട്ടത് തന്നെ അവളെ കരുതിയാണ് ഗേറ്റിട്ടത്. അത് ഇട്ടിരുന്നാൽ പോലും അവളത് തുറന്നങ്ങ് പൊക്കോളും. അതുകൊണ്ട് ഇപ്പോൾ ചെറിയൊരു പൂട്ട് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഇതാകുമ്പോൾ ആളിറങ്ങൂലല്ലോ, നമ്മൾ മുറ്റത്ത് നിൽക്കുമ്പോഴല്ലേ ഇറങ്ങുള്ളൂ. ഇവിടെ ചേര, പാമ്പ്, പട്ടി ഇതൊക്കെ ഒത്തിരി വരണതുകൊണ്ട് തന്നെ രാത്രി ഇതിൻ്റെ ഒന്നും ശല്യം അധികം ഇല്ലെങ്കിലും പകൽ നല്ല ശല്യമുണ്ട്. അപ്പം പിന്നെ ആൾ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കണം. അതുകൊണ്ട് പൂട്ടൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വെളിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആൾ പോയത്. അങ്ങനെ ഞാൻ ചെടിയുടെ ഇടയിൽ കൂടെ നടന്നപ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് വെച്ചാൽ, കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കൊന്നതാണ് ഉപ്പിട്ട്. ഇത് മറ്റേ ശംഖ് ഒച്ചുണ്ടല്ലോ, അതാണ്. ഭയങ്കര ശല്യമാണ്, ചെടികളെല്ലാം ഇല്ലാതാക്കും. ഒറ്റയടിക്ക് ചെടികളെല്ലാം നശിപ്പിക്കുന്ന സാധനമാണ്. അപ്പം ചുമ്മാ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ.